പവർ ടീമിൻ്റെ ഒരു മണ്ടത്തരവും അൺഫെയറുമായിട്ടുള്ളൊരു ജയിൽ നോമിനേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഡയറക്റ്റ്ലി നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ്. ജാസ്മിൻ ആണോ ഈ ആഴ്ച ജയിലിൽ പോകേണ്ടത്? അല്ല, ഒട്ടുമല്ല. ഈ കഴിഞ്ഞ ടാസ്ക് അലമ്പാക്കിയ എത്ര പേരുണ്ട്. നമ്മുടെ സായിയുടെ ടീം മാക്സിമം അലമ്പാക്കിയതാണ്. ഗെയിമിൽ നിന്ന് ഔട്ടായ ആൾക്കാരാണ്. ആ ടീമിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞൂടെ? നന്ദനെ പറയാൻ പറ്റില്ല, കാരണം നന്ദന ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ച് ജയിച്ചൊരു വ്യക്തിയാണ്. സായിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് അപ്സരയെ പറയുന്നില്ല? കഴിഞ്ഞ ടാസ്ക് ഏറ്റവും കുളമാക്കിയ ഒരാൾ അപ്സരയാണ്. അപ്സരയുടെ കാണിക്കലൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അപ്സരയെ പറയാമല്ലോ. എവിടെയും ഈ പറഞ്ഞ പേരെന്നെ പറഞ്ഞ് 4ാമത്തെ തവണയാണ് ജാസ്മിൻ പോണത് ജയിലിലേക്ക്. അങ്ങനെ ജയിലിലേക്ക് വിടേണ്ട ആവശ്യം എന്താ? ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ഋഷിയാണ്. ഋഷിയുടെ കാര്യത്തിലും വളരെ അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഋഷി അത്ര മോശം ഒരു ക്യാപ്റ്റൻ ആയിരുന്നില്ല. ടാസ്കിലും ഋഷി മാക്സിമം പെർഫോം ചെയ്തു. എന്തുകൊണ്ട് ഋഷി എന്നുള്ളതും അറിയില്ല. അവിടെ ഒന്നും ചെയ്യാത്ത എത്ര പേരുണ്ട്. എന്തിനാണ് എല്ലാ തവണയും ജിൻഡോ ജാസ്മിൻ? വേറെ ഓപ്ഷൻ ഇല്ലേ? ഋഷിയുടെ കാര്യമെങ്കിലും ഫസ്റ്റ് ടൈം ആണെന്ന് പറയാം. പക്ഷേ ഈ 2 പേരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു പൊട്ടത്തരമായ തീരുമാനമായി പോയി. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് അധികം നെഗറ്റിവിറ്റി പവർ ടീമിന് ഇപ്പോൾ പുറത്ത് ഉള്ളപ്പോൾ ഈ ഒരു തീരുമാനം അതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പവർ ടീമിനെ കട്ടയ്ക്ക് നെഗറ്റീവ് ആക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻസിൽ രേഖപ്പെടുത്തുക.